പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടേത് പുതിയൊരു വിഷയമാണ്. നമുക്ക് നോക്കാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഏതാനും തസ്തികകളിലേക്ക് പുതുതായി അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ നിർദ്ദേശപ്രകാരം അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുതുതായി ചില തസ്തികകളിലേക്ക് കൂടി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇതിൽ 2/8/21 പ്രകാരം ഗസറ്റ് ഡേറ്റ് പ്രകാരം 246/2021 മുതൽ 286/2021 വരെയുള്ള തസ്തികകളിലേക്ക്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 8/9/2021 ആണ്. കൂടാതെ 16/8/2021 ഗസറ്റ് വിജ്ഞാന പ്രകാരം 287/2021 മുതൽ 341/2021 വരെയുള്ള തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചതായിട്ട് നമ്മൾക്കിവിടെ കാണാം. ഇതിൻ്റെ വിശദ വിവരങ്ങൾ നമുക്ക് ഏതൊക്കെ തസ്തികകളാണ് എന്ന് നോക്കാം. അതിന് 2/8/2021 ഗസറ്റ് വിജ്ഞാന പ്രകാരം 246/2021 മുതൽ 286/2021 വരെയുള്ളതൊന്ന് നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അവിടെ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 8/9/2021 ആണ്. സെപ്റ്റംബർ 8 വരെ. 246/2021 മുതൽ 286/2021 വരെ. ലാസ്റ്റ് ഡേറ്റ് 8/9/2021. ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. 246 ആണ് കാറ്റഗറി നമ്പർ. കാറ്റഗറി നമ്പർ 247 നോക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഹൈഡ്രോളിക് സർവേവിംഗ് ആണ്. പോസ്റ്റിൻ്റെ പേര് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഓവർസിയർ ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 248/2021 ആണ്. അടുത്തത് നോക്കുക. കാറ്റഗറി നമ്പർ 249/2021. പോസ്റ്റിൻ്റെ പേര് ഫിഷറീസ് അസിസ്റ്റൻ്റ് ആണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അടുത്ത് പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. 250/2021 ആണ് കാറ്റഗറി നമ്പർ. 251/2021 കാറ്റഗറി നമ്പർ പ്രകാരം അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അടുത്തത് 251/2021 കാറ്റഗറി നമ്പർ പ്രകാരം ബോട്ട് ലാസ്കർ ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടാണ്. അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ്. കാറ്റഗറി നമ്പർ 253. ഓപ്പറേറ്റർ ഗ്രേഡ് 2 ആണ്. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ 254/2021. അടുത്തത് HSA തന്നെയാണ്. മലയാളം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 255/2021. ഹൈസ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇംഗ്ലീഷിൻ്റെ ഒന്ന് നോക്കാം. എത്ര വേക്കൻസി ഉണ്ട്, എവിടെയൊക്കെയാണ്, ജില്ലകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക്. വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ്. ഇവിടെ ജില്ലാടിസ്ഥാനത്തിലുള്ള വേക്കൻസികളുടെ എണ്ണം നോക്കുക. തിരുവനന്തപുരം 2, കൊല്ലം 2, മലപ്പുറം 5, വയനാട് 1, കാസർഗോഡ് 1. അതുപോലെ മറ്റുള്ള ജില്ലകളെല്ലാം ഉണ്ട്. അവിടെ കണക്കാക്കപ്പെട്ടിട്ടില്ല.
ഓരോ ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള മറ്റ് വിവരങ്ങൾ നോക്കാം. ഇതൊക്കെ ഒന്ന് ശരിക്കും നോക്കുക. അപ്ലൈ ചെയ്യുന്ന യോഗ്യതകളൊന്ന് നോക്കുക. ഇംഗ്ലീഷ് ഭാഷയിലും സാഹിത്യത്തിലുമുള്ള ബിരുദമോ ബിരുദാനന്തര ബിരുദമോ, ഡിഗ്രിയോ PGയോ ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ. രണ്ടാമത്തത് ഇംഗ്ലീഷ് ഐച്ഛിക വിഷയമായി കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടുള്ള BEd, BT, LT ബിരുദം. മൂന്നാമത്തത് കേരള സർക്കാർ ഈ തസ്തികയ്ക്കായി നടത്തിയിട്ടുള്ള കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് KTET പരീക്ഷ പാസ്സായിരിക്കും. അപ്പോൾ ഇതാണ് യോഗ്യതകൾ. ഈ 3 പരീക്ഷകളും പാസ്സായിരിക്കും. ഇതിൽ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെ ആണ് ഇതിൽ ടെറ്റ് വേണ്ടാത്തത്? നെറ്റ് ഉള്ളവർക്കും സെറ്റ് ഉള്ളവർക്കും, അങ്ങനെയുള്ള MPhil, PhD ഇങ്ങനെയുള്ള ആൾക്കാർക്കും, അതുപോലെ MEd യോഗ്യത ഉള്ളവർക്കൊന്നും വേണ്ട എന്നുള്ള എക്സംഷൻ ഉണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ തസ്തികകളുടെയും വിശദ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നോക്കുക. ആയുർവേദ തെറാപ്പിസ്റ്റാണ് 256 തസ്തിക നമ്പർ. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ആണ്. LD ടൈപ്പിസ്റ്റ്, LD ക്ലർക്ക്, ടൈപ്പിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് സർവീസ്മാൻമാർക്കുള്ള ഒരു തസ്തികയാണ്. തുടർന്ന് കൊടുത്തിരിക്കുന്ന 264 മുതൽ 286 വരെയുള്ള തസ്തികകൾ ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുള്ളതാണ്. യോഗ്യതയുള്ളവർക്ക് ബന്ധപ്പെട്ട തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏതൊക്കെയാണ് തസ്തികകളെന്ന് നോക്കാം. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ വേരിയസ് സബ്ജക്ട്സ്, നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ ഫിസിക്സ്, ഹെഡ് മാസ്റ്റർ ഹൈസ്കൂൾ AEO, നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അറബിക്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബോട്ട് ഡ്രൈവർ, ബ്രാഞ്ച് മാനേജർ, ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, ബൈൻഡർ ഗ്രേഡ് 2, പവർ ലോണ്ടറി അറ്റൻഡർ എന്നിവയാണ് വിവിധ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന തസ്തികകൾ. ഓരോന്നും ഓപ്പൺ ചെയ്ത് അതിൻ്റെ യോഗ്യതയും മറ്റുള്ള നിബന്ധനകളും നോക്കി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനാണ്. ഗസറ്റ് ഡേറ്റ് 16/8/2021. ലാസ്റ്റ് ഡേറ്റ് 22/9/2021. കാറ്റഗറി നമ്പർ 287 മുതൽ 341/2021 കൂടിയുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഏതൊക്കെ തസ്തികയിലേക്കാണ് നോക്കാം. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പീഡിയാട്രിക് നെഫ്രോളജി, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അഡ്മിനിസ്ട്രേഷൻ, കേരള കോളേജിയറ്റ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോടെക്നോളജി. യഥാക്രമം 287, 288, 289 കാറ്റഗറി നമ്പർ പ്രകാരമാണ് ഈ പ്രൊഫസേഴ്സിൻ്റെ തസ്തികകളിലേക്കുള്ള അപേക്ഷ കോൾ ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഡ്രഗ്സ് ഇൻസ്പെക്ടർ ആയുർവേദം, കേരള ഡ്രഗ്സ് കൺട്രോൾ, കാറ്റഗറി നമ്പർ 290/2021. അടുത്തത് ലൈബ്രറിയൻ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ്, കാറ്റഗറി നമ്പർ 291/2021. അടുത്തത് ലെക്ചർ ഗ്രേഡ്സ് ഫസ്റ്റ്, റൂറൽ ഇൻഡസ്ട്രീസ്, റൂറൽ ഡെവലപ്മെൻറ്റ്, കാറ്റഗറി നമ്പർ 292/2021. അടുത്തത് ഡ്രാഫ്റ്റ്സ്മാൻ കം സർവേയർ, മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്, കാറ്റഗറി നമ്പർ 293/2021. അടുത്തത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്, കാറ്റഗറി നമ്പർ 294/2021. അടുത്ത പോസ്റ്റ് നോക്കുക. ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ 1, ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇൻസ്ട്രുമെൻ്റ് ആൻഡ് ടെക്നോളജി 1, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 295, 296 എന്നിവയാണ്. അടുത്തത് മെയ്റ്റ് മൈൻസ്, കേരള മെറ്റൽസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് ആണ്,
കാറ്റഗറി നമ്പർ 297/2021. അടുത്ത് നോക്കുക, ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. 298/21 കാറ്റഗറി നമ്പർ. ഫീൽഡ് സൂപ്പർവൈസർ ഗ്രേഡ് സെക്കൻഡ്, കേരള ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ആണ്. കാറ്റഗറി നമ്പർ 299/2021. അടുത്തത് പ്രോഗ്രാമർ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ്. ജനറൽ കാറ്റഗറി, കാറ്റഗറി നമ്പർ 300/2021. പ്രോഗ്രാമർ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, കാറ്റഗറി നമ്പർ 301/2021. ഇന്റേണൽ ഓഡിറ്റർ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് പാർട്ട് 1. ജനറൽ കാറ്റഗറി, കാറ്റഗറി നമ്പർ 302/2021. 303/2021 നോക്കുക, ഇന്റേണൽ ഓഡിറ്റർ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. അടുത്തത് ഓവർസിയർ ഗ്രേഡ് സെക്കൻഡ്, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് സെക്കൻഡ്, കേരള ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കാറ്റഗറി നമ്പർ 304/2021. അടുത്തത് കെമിസ്റ്റ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് പാർട്ട് 1. ജനറൽ കാറ്റഗറി, കാറ്റഗറി നമ്പർ 305/2021. കാറ്റഗറി നമ്പർ 306/2021 നോക്കാം, കെമിസ്റ്റ്, കേരള കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, സൊസൈറ്റി കാറ്റഗറിയാണ്. അടുത്തത് കാഷ്യർ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, ജനറൽ കാറ്റഗറി, കാറ്റഗറി നമ്പർ 307/2021. അടുത്തത് കെമിസ്റ്റ്, കേരള കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, സൊസൈറ്റി കാറ്റഗറി, കാറ്റഗറി നമ്പർ 306/2021. 307/2021 കാഷ്യർ, കേരള കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് തന്നെയാണ്. അതുപോലെ കാഷ്യർ വേറെയുണ്ട്, ഒന്ന് സൊസൈറ്റി കാറ്റഗറിയാണ്. 308/2021. സെക്യൂരിറ്റി ഗാർഡ്, സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് സെക്കൻഡ്, വാച്ചർ, വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ്സ് എന്നിവയിലെയാണ്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ നോക്കുക, 309/2021. 310/2021 കാറ്റഗറി പ്രകാരം ഹൈസ്കൂൾ ടീച്ചേഴ്സ് സംസ്കൃത് ബൈ ട്രാൻസ്ഫർ ആയിട്ടുള്ള നിയമനമാണ്. അതുപോലെ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ സംസ്കൃത് അതും ബൈ ട്രാൻസ്ഫർ നിയമനമാണ്, കാറ്റഗറി നമ്പർ 311. അടുത്തത് 312/2021 ആയുർവേദ കോളേജുകളിൽ നേഴ്സ് ഗ്രേഡ് സെക്കൻഡാണ്. ആംനസ്റ്റി അസിസ്റ്റൻ്റാണ്, MLA ഹോസ്റ്റലിലുള്ള, ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്, കാറ്റഗറി നമ്പർ 313/2021. 314/2021 കാറ്റഗറി നമ്പർ പ്രകാരം ഡ്രില്ലിംഗ് അസിസ്റ്റൻറ്റ്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, SC/ST ആണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ, ബ്ലഡ് ബാങ്കിലേക്ക് മെഡിക്കൽ എഡ്യൂക്കേഷനാണ്. ഇത് റിസർവേഷൻ കാറ്റഗറിയാണ്. NCA നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള 315 മുതൽ 316 വരെയുള്ള കാറ്റഗറിയാണിത്. 317 അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ, മെഡിക്കൽ എഡ്യൂക്കേഷൻ. അടുത്തത് 314 മുതൽ 341 വരെയുള്ള കാറ്റഗറികൾ വിവിധ വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുള്ളവയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 314 ഡ്രില്ലിംഗ് അസിസ്റ്റൻറ്റ്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കാർഡിയോവാസ്കുലർ ആൻഡ് thoracic സർജറി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കമ്മ്യൂണിറ്റി മെഡിസിൻ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ്, അക്കൗണ്ട് ഓഫീസർ, ക്ലർക്ക് ഗ്രേഡ് സെക്കൻഡ്, കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, സെക്യൂരിറ്റി ഗാർഡ്, ഹൈസ്കൂൾ ടീച്ചർ, സോഷ്യൽ സയൻസ്, മാത്സ്, LP സ്കൂൾ ടീച്ചർ, തമിഴ് മീഡിയം,
ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി, അറബിക്, ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ LPS അറബിക്, ബ്രാഞ്ച് മാനേജർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നീ വിഭാഗങ്ങൾ ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്നതാണ്. ഓരോന്നിൻ്റെ നേരെയും കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് സംവരണം ചെയ്തിട്ടുള്ളത്. ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഗസറ്റ് നോട്ടിഫിക്കേഷൻ 16/8/2021. അവസാന തീയതി നോക്കുക 22/9/2021. 314 മുതലുള്ളത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വിഭാഗങ്ങളാണ്. അപ്പോൾ 313 വരെയുള്ളതാണ് ജനറൽ വിഭാഗങ്ങൾക്കുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ മുൻപ് പറഞ്ഞ 8/9/2009 ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള 2/8/2021 ഗസറ്റ് വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കേണ്ട 246 മുതൽ 286 വരെയുള്ള വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 8/9/2021. അതുപോലെ ശ്രദ്ധിക്കുക, 2/8/2021 വിജ്ഞാപന പ്രകാരമുള്ള തസ്തികകൾക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 8/9/2021. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 246 മുതൽ 286/2021 വരെയുള്ളതാണ് ഈ ഡേറ്റിനുള്ളിൽ അപേക്ഷിക്കേണ്ടത്. ബന്ധപ്പെട്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.